അരിനെല്ലൂർ ഡിവിഷൻ 7-ാം വാർഡിൽ റോഡ് ഉദ്ഘാടനം ചെയ്തു. അരീക്കാവ് കൊച്ചു കുതിരവെള്ളി മുതൽ പാലത്തറമുക്ക് വരെയുള്ള കോൺക്രീറ്റ് റോഡാണ് ഉദ്ഘാടനം ചെയ്തത്. 13,50,000 രൂപ വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം. ചവറ ബ്ലോക്ക് പഞ്ചായത്തിലെ അരിനെല്ലൂർ ഡിവിഷനിൽ കൊച്ചുകുതിരവെള്ളി മുതൽ പാലത്തറമുക്ക് വരെയുള്ള റോഡാണ് കോൺക്രീറ്റ് ചെയ്ത് നാടിന് സമർപ്പിച്ചത്. 13,50,000 രൂപ വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം. റോഡിന്റെ നിർമ്മാണോദ്ഘാടനം ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി നിർവഹിച്ചു. നമ്മുടെ ഓടകൾ നിർമ്മിക്കുന്നതിനും മാത്രമായിട്ടുള്ള CFC ടൈഡ് ഫണ്ടുകളൊക്കെ ഓരോ മെമ്പർമാർ എല്ലാവരും വീതം വെച്ചെടുത്തു കഴിഞ്ഞപ്പോൾ പിന്നീട് ഈ റോഡ് നിർമ്മിക്കാൻ 14 ലക്ഷം രൂപ തികയാത്ത സ്ഥിതിയായി. അങ്ങനെ വന്നപ്പോൾ സജി മെമ്പറിന് നിരന്തരമായിട്ടുള്ള ആവശ്യം. അതുമാത്രമല്ല, ഞാൻ ഓർക്കുന്നത് ഏതെങ്കിലും ഒരു മരണ വീട്ടിലോ കല്യാണ വീട്ടിലോ ഞാൻ അല്പം പറഞ്ഞൂടെ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു മുഹൂർത്ത സമയത്ത് നിൽക്കുമ്പോൾ പോലും നമ്മളെ കാണുമ്പോൾ ഒരാളിങ്ങനെ പുറകിൽ ചേട്ടി വിളിക്കും, അത്യാവശ്യ കാര്യം പറയാതെ കൈയാണിക്കും. എന്നിട്ട് നമ്മളെ വിളിച്ച് പുറകോട്ട് കൊണ്ടുപോകും. എന്നിട്ട് പറയും നമ്മുടെ റോഡിന്റെ കാര്യം എന്തുവായി, അതാ ചോദിക്കുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ മോഹൻലാലിനെയാണ് ഉദ്ദേശിച്ചത്. അദ്ദേഹം നിരന്തരമായ നമ്മളെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടി. അപ്പം ഈ റോഡ് നിർമ്മിക്കണമെന്നുള്ള ഒരു ആവശ്യം എല്ലാവരുടെയും പൊതു ആവശ്യമായി വന്നപ്പോൾ അങ്ങനെ ഫണ്ട് മാറ്റിവെക്കപ്പെട്ടത് വന്നപ്പോൾ ഇത് പൂർത്തിയാക്കുക. അപ്പോ അതിന്റെ ഭാഗമായി എന്റെ ഡിവിഷനിലെ വർക്കിനുള്ള ഫണ്ട് ഞാൻ കുറച്ചെടുത്തുകൊണ്ടാണ് ഈ വർക്കിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ബാക്കിയുള്ള തുക കൂടി ഉൾപ്പെടുത്തിയത്. കാരണം മറ്റെല്ലാവരോടും പറയുമ്പോൾ എല്ലാവർക്കും അവരവരുടേതായ ഡിവിഷനുകളിൽ പല പല ആവശ്യങ്ങളുണ്ട്. പിന്നീട് ഈ ആവശ്യത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ഏകമാർഗം സ്വന്തം ഡിവിഷനിലെ വർക്കുകൾക്കുള്ള പൈസ കുറയ്ക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അങ്ങനെയാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജി അനിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ഓമനക്കുട്ടൻ പിള്ള സ്വാഗതം പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് സുമൽ രാജ്, ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി മധു, ഗോവിന്ദപിള്ള, ഫിലിപ്പ, ജയരാജൻ, മുട്ടം പ്രസാദ്, ഡിക്സൺ, സോളമൻ, രാജേഷ്, ലോറൻസ്, മുട്ടം ജോസ്, ഓമനക്കുട്ടൻ പിള്ള, ശ്രീകല, ഷൈനി, കുടുംബശ്രീ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. ADS പ്രസിഡന്റ് ശ്രീജ ഓമനക്കുട്ടൻ നന്ദി പറഞ്ഞു. ഈ റോഡ് എങ്ങനെയും ഇറങ്ങുന്നതിന് മുമ്പ് ഒന്ന് വൃത്തിയാക്കി കൊടുക്കണമെന്ന്. കാരണം എന്താണെന്നറിയാമോ, ഈ മഴയായി കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് ഈ വഴിയിൽ കൂടി ആർക്കും സഞ്ചരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് 2 വീലറുമായിട്ട് പോകുന്നവര്, മിക്കപ്പോഴും കുട്ടികളുമായിട്ടൊക്കെ വരുന്നവര് ആ കുഴിയിൽ വീഴുന്ന അവസ്ഥയാണ്. അതിവിടെ നന്നായിട്ട് പ്രദേശവാസികളായിട്ടുള്ളവർക്ക് അറിയാം. അപ്പൊ അത്രത്തോളം ദുരിതമായിരുന്നു അവർ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഓരോ പ്രാവശ്യവും വാർഷിക പദ്ധതിയുടെ ഓരോ ഇതിലും നമ്മൾ എഴുതി കൊടുക്കുമായിരുന്നു. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ, ചില സാങ്കേതിക തടസ്സങ്ങൾ ഉള്ളത് കാരണം അത് റിജക്റ്റ് ആയി പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത് സർക്കാർ പുറമ്പോക്ക് ഭൂമിയാണ് എന്ന് അടുത്ത സമയത്താണ് നമ്മൾ അറിഞ്ഞത്. അപ്പൊ അത് പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെടുത്തണം. ഉൾപ്പെട്ടതായെങ്കിൽ മാത്രമേ, പണ്ടെന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെട്ടില്ല എങ്കിൽ തന്നെ ഓടയായാലും അങ്ങനെയൊക്കെ ഉള്ള വർക്കുകൾ ചെയ്യാം. പക്ഷെ ഇപ്പം മസ്റ്റായിട്ട് അത് പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെട്ട ഇതായിരിക്കണം. അങ്ങനെ ഈ പ്രാവശ്യം നമുക്ക് ആ വർക്ക് കിട്ടി. വർക്ക് കിട്ടിയെങ്കിൽ തന്നെ നമുക്ക് പകുതി ഭാഗമേ ചെയ്യാൻ പറ്റും. അപ്പം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഞാൻ പറഞ്ഞു, പ്രസിഡന്റ്, എനിക്ക് ഒരു വർക്കും ഇനി തന്നില്ലെങ്കിൽ, ഇറങ്ങുന്നതിനത് ഒരു വർക്കും തന്നില്ലെങ്കിലും വേണ്ടില്ല, എനിക്ക് ഈ വർക്ക് ചെയ്യാൻ എന്നെ സഹായിച്ചേ പറ്റുമെന്ന് നിർബന്ധമായിട്ട് അദ്ദേഹത്തെ ഞാൻ നിരന്തരം ശല്യപ്പെടുത്തുമായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ.